SSLC Grade 2 percentage 2 methods explained. SSLC Grade 2 percentage calculator 2026 2 easy methods explained. Kerala SSLC. നമസ്കാരം കൂട്ടുകാരെ. SSLC റിസൾട്ട് വന്നതിന് ശേഷം എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും. A+ കിട്ടി, പക്ഷേ പെർസെൻറ്റേജ് എത്ര വരും? ഇന്നത്തെ വീഡിയോയിൽ SSLC ഗ്രേഡിനെ പെർസെൻറ്റേജ് ആക്കി കണക്കാക്കാനുള്ള 2 രീതികൾ നോക്കാം. ഗ്രേഡ് പോയിന്റ് മെത്തേഡ്, എസ്റ്റിമേറ്റഡ് പെർസെൻറ്റേജ് മെത്തേഡ് എന്നിങ്ങനെ 2 രീതികളാണ് നോക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവൻ കാണൂ. മെത്തേഡ് 1, ഗ്രേഡ് പോയിന്റ് മെത്തേഡ്. ആദ്യം ഗ്രേഡ് പോയിന്റ് മെത്തേഡ് നോക്കാം. SSLC ഗ്രേഡ് പോയിന്റ്സ് ഇങ്ങനെയാണ്: A+, 9 ഗ്രേഡ് പോയിന്റ്, A 8 പോയിന്റ്, B+, 7 പോയിന്റ്, B 6 പോയിന്റ്, C+, 5 പോയിന്റ്, C 4 പോയിന്റ്, D+, 3 പോയിന്റ്, D 2 പോയിന്റ്, E 1 പോയിന്റ്. ഒരു വിദ്യാർത്ഥിക്ക് ലഭിച്ചത് മലയാളം ഫസ്റ്റ് A+, മലയാളം സെക്കൻഡ് A+, ഇംഗ്ലീഷ് A+, ഹിന്ദി A, മാത്സ് A+, ഫിസിക്സ് A, കെമിസ്ട്രി A+, ബയോളജി A, സോഷ്യൽ സയൻസ് A+, ഇൻഫർമേഷൻ ടെക്നോളജി IT A. ഇപ്പോൾ പോയിന്റുകൾ നോക്കാം. ആകെ 10 സബ്ജക്റ്റ്, 6 A+ഉം 4 Aയും. പോയിന്റുകൾ 9 + 9 + 9 + 8 + 9 + 8 + 9 + 8 + 8 86, അല്ലെങ്കിൽ 9 × 6 + 8 × 4 = 86. മാക്സിമം സ്കോർ 10 സബ്ജക്റ്റ് ആണ്, 9 മാക്സിമം സ്കോർ വരുന്നത്. അപ്പോൾ മാക്സിമം സ്കോർ 90. പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല: ഒബ്റ്റൈൻഡ് ഗ്രേഡ് പോയിന്റ് ഡിവൈഡഡ് ബൈ മാക്സിമം ഗ്രേഡ് പോയിന്റ് ഇൻറ്റു 100. നമുക്ക് കിട്ടിയത് 86 ഗ്രേഡ് പോയിന്റ് ആണ്. അതിനെ 90 കൊണ്ട് ഹരിക്കുക. കിട്ടുന്ന ഉത്തരത്തിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 95.56%. അപ്പോൾ ഈ വിദ്യാർത്ഥിയുടെ പെർസെൻറ്റേജ് ഏകദേശം 95.56%. ഇനി രണ്ടാമത്തെ മെത്തേഡ് നോക്കാം. മെത്തേഡ് 2, എസ്റ്റിമേറ്റഡ് പെർസെൻറ്റേജ് മെത്തേഡ്. ഇവിടെ ഗ്രേഡിന് മിഡ് പോയിന്റ് പെർസെൻറ്റേജ് നൽകും. A+ 90% മുതൽ 100% വരെയാണ്. അപ്പോൾ 95% എടുക്കും. A ഗ്രേഡ് എന്നാൽ 80 മുതൽ 90% വരെയാണ്. അപ്പോൾ നമുക്ക് 85% എടുക്കും. ഇനി B+ എന്ന് പറഞ്ഞാൽ 70 മുതൽ 80% വരെയാണ്. അപ്പോൾ 75% എടുക്കും. ഇനി B എന്ന് പറയുന്നത് 60 മുതൽ 70% വരെയാണ്. അപ്പോൾ മിഡ് പോയിന്റ് 65%. C+ 50 മുതൽ 60% വരെയാണ്. അപ്പോൾ 55% എടുക്കും. C 40 മുതൽ 50% വരെയാണ്. അപ്പോൾ 45% എടുക്കും. ഇനി D+ 35% D എന്ന് പറഞ്ഞാൽ 25%. മിഡ് പോയിന്റ് ആണ് എടുക്കുക. E = 15%. ഉദാഹരണം: 6 സബ്ജക്റ്റിന് A+, 4 സബ്ജക്റ്റിനും A ഗ്രേഡും കിട്ടി. കാൽക്കുലേഷൻ: 6 × 95 570, 4 × 85 340. അപ്പോൾ ആകെ ടോട്ടൽ 910. ഇപ്പോൾ ടോട്ടൽ സബ്ജക്ട്സ് 10 ആണുള്ളത്. 910 × 10 × 100 91%. അതായത് എസ്റ്റിമേറ്റഡ് പെർസെൻറ്റേജ് ഏകദേശം 91% വന്നു. ഇമ്പോർട്ടൻ്റ് നോട്ട് ശ്രദ്ധിക്കുക. മെത്തേഡ് 1 ഗ്രേഡ് പോയിന്റ് അടിസ്ഥാനമാക്കിയുള്ള കാൽക്കുലേഷൻ ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയത് 95.56%. മെത്തേഡ് 2 എന്ന് പറയുന്നത് എസ്റ്റിമേറ്റഡ് പെർസെൻറ്റേജ് മെത്തേഡാണ്. അപ്പോൾ കിട്ടിയത് 91%. ഇവ ഒഫീഷ്യൽ മാർക്ക് അല്ല, ശ്രദ്ധിക്കുക. കേരള SSLC ഒഫീഷ്യൽ മാർക്ക് സർട്ടിഫിക്കറ്റിൽ പെർസെൻറ്റേജ് നേരിട്ട് കാണിക്കില്ല. ഗ്രേഡാണ് നൽകുന്നത്, മാർക്കും കാണില്ല. അതിനാൽ പെർസെൻറ്റേജ് കണക്കാക്കാൻ ഗ്രേഡ് പോയിന്റ് മെത്തേഡ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് പെർസെൻറ്റേജ് മെത്തേഡ് ഉപയോഗിക്കാം. നിങ്ങളുടെ SSLC ഗ്രേഡ് കമൻറ്റ് ചെയ്യൂ. ഞാൻ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്ത് റിപ്ലൈ നൽകാം. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.